അച്ഛൻ്റെ കള്ളുകുടിയിലും ശല്യത്തിലും അമ്മയെയും പെങ്ങളെയും രക്ഷിച്ച ഒരു വലിയ കൊട്ടാരം പോലത്തെ വീട് പണിത സുഖജീവിതം നയിക്കുന്ന ഗംഗ എന്ന പെൺകുട്ടി വ്ളോഗറാണ്. പക്ഷേ മലയാളി പ്രേക്ഷകർക്ക് ഗംഗ എന്നും ഒരു ഇൻസ്പിറേഷനാണ്. ഇപ്പോഴിതാ ഗംഗയുടെ വിവാഹ നിശ്ചയ വീഡിയോ പുറത്തു വന്നപ്പോൾ പ്രേക്ഷകർ കാണുന്നതും അതുതന്നെയാണ്. പൊട്ടിപ്പൊളിഞ്ഞ വീട്ടിൽ എന്തു ചെയ്യണമെന്നറിയാതെ കള്ളുകുടിയനായ ഭർത്താവിൻ്റെ അടിയും ചവിട്ടും വാങ്ങി നിന്ന ഗംഗയുടെ അമ്മ ഇന്ന് 2 മക്കളെയും ചേർത്ത് പഠിക്കുമ്പോൾ ഒരു മകനെയും കൂടിയാണ് ലഭിക്കുന്നത്. മകൾ വിവാഹമോതിരം അണിഞ്ഞപ്പോൾ തന്നെ അണപൊട്ടി ഒഴുകുന്ന അമ്മയുടെ കാഴ്ചയാണ് നമ്മൾ കണ്ടത്. ഗംഗ എന്ന വ്ളോഗറിനെ അറിയുന്നവർക്കെല്ലാവർക്കും അറിയാം എന്തുമാത്രം വിഷമത്തിലൂടെ കടന്നുപോയൊരു ബാല്യം ഗംഗയ്ക്കുണ്ടായിരുന്നുവെന്ന്. എന്നാൽ അവിടെ നിന്ന് സ്വന്തം കാറ്, സ്വന്തം വീട്, അടിപൊളി വസ്ത്രങ്ങൾ, ലക്ഷങ്ങൾ മുടക്കിയ വിവാഹ നിശ്ചയം, ഇനിയിപ്പോൾ വിവാഹം, അങ്ങനെ എല്ലാം ഓരോന്നോരോന്നായി വരികയാണ്. ഗംഗ വിവാഹം കഴിക്കുകയാണ് എന്ന് പറഞ്ഞപ്പോൾ തന്നെ ആരെയാണ് വിവാഹം കഴിക്കുന്നതെന്ന് എല്ലാവരും അന്വേഷിച്ചിരുന്നു. എന്നാൽ വിഷ്ണുവിനെയാണ് എന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹത്തിൻ്റെ 2ാം വിവാഹമാണിതെന്നും ഗംഗയുടെ ആദ്യ വിവാഹമല്ലേ, മോൾക്ക് നല്ലൊരു പയ്യനെയും കൂടി കിട്ടില്ലേ എന്നൊക്കെ പലരും ചോദിച്ചിരുന്നു. എന്നാൽ അവർക്കെല്ലാമുള്ളൊരു കനത്ത മറുപടി ഗംഗ നൽകിയിരുന്നു. അവൻ ആദ്യം വിവാഹം കഴിച്ചോ, അതിൽ കുട്ടിയുണ്ടോ എന്നൊന്നും ഞാൻ നോക്കിയില്ല. അവൻ്റെ അരികിലെത്തുമ്പോൾ എനിക്ക് സമാധാനം ലഭിക്കുന്നു. എൻ്റെ ജീവിതത്തിൽ നഷ്ടപ്പെട്ടു പോയ ഒരു പീസ് അവൻ വന്ന് യോജിപ്പിച്ച് തന്നതുപോലെ ഇരിക്കുന്നു. എനിക്കത് മാത്രമാണുള്ളത്. ഇംഗ്ലീഷ് ടൈപ്പിലെ ഒരു വിവാഹ നിശ്ചയം. സാധാരണ ഹിന്ദു രീതിയിലൊരു വിവാഹ നിശ്ചയമല്ല ഗംഗ ഒരുക്കിയത്. കൂട്ടുകാരെ എല്ലാവരെയും വിളിച്ച് 60 പേരടങ്ങുന്ന ഒരു ചെറിയ ചടങ്ങ്. അതിലൊതുങ്ങുന്നത് മാത്രമേ ഉള്ളൂ ഗംഗയുടെ സന്തോഷം. വിവാഹം ഈ വർഷം തന്നെ ഉണ്ടാകും. എല്ലാവരും കാത്തിരിക്കണം. അതിനു മുൻപാണ് വിവാഹ നിശ്ചയം നടത്തണമെന്ന് ഞങ്ങൾ പെട്ടെന്ന് തീരുമാനിച്ചത്. വിവാഹ നിശ്ചയം ഞങ്ങളിവിടെ ഇതാ ഒരുക്കി. ഞങ്ങൾ ഇവൻസിന് കൊടുത്തു, എല്ലാം മനോഹരമായി ചെയ്തു. ഇങ്ങനൊരു വിവാഹ നിശ്ചയം ഞാൻ സ്വപ്നം പോലും കണ്ടിരുന്നില്ല. എനിക്ക് സ്വപ്നം കാണാൻ പറ്റുമായിരുന്നില്ല. ഏതൊരു പൊട്ടിപ്പൊളിഞ്ഞ സാധാരണ വീട്ടിലുമുള്ള പെൺകുട്ടിക്ക് ഉള്ളൊരു സ്വപ്നം തന്നെയാണ് നല്ലൊരു വീട് എന്നത്. അവിടെ നിന്ന് ഗംഗയുടെ സാധാരണ സെക്കൻഡ് ഹാൻഡ് കാറിൽ നിന്ന് ലക്ഷങ്ങൾ മുടക്കി ഒരു കാറൊക്കെ എടുത്തു. അതിൽ നിന്ന് ഇപ്പോൾ ഇതാ വിവാഹത്തിലേക്കും. വിമർശനങ്ങൾ കണ്ടുപിടിക്കാൻ നോക്കുന്നവർക്ക് എന്നും വിമർശനങ്ങൾ മാത്രമായിരിക്കും. എന്നാൽ ഗംഗ എന്ന പെൺകുട്ടിയെക്കുറിച്ച് എല്ലാവർക്കും പറയാനുള്ളത് ഇൻസ്പിറേഷൻ കഥകൾ മാത്രമാണ് എന്ന് പറയാം. ഗംഗ ഇപ്പോൾ അദ്ദേഹത്തിനെ കുറിച്ച് പല രീതിയിലാണ് സംസാരിക്കാറുള്ളത്. വിഷ്ണു എന്നാണ് പേരെങ്കിലും അപ്പു പൊന്നെ എന്നാണ് ഗംഗ എപ്പോഴും വിളിക്കാറുള്ളത്. 14.7 ലക്ഷം സബ്സ്ക്രൈബേഴ്സ് ഉള്ള യൂട്യൂബ് ചാനലാണ് ഗംഗയുടേത്. സ്വന്തം വരുമാനം കൊണ്ട് മാത്രം വീടും കുടുംബവും നോക്കുന്ന ഗംഗ പലർക്കും ഒരു പ്രചോദനമാണ്. വിവാഹിതയാകാൻ പോകുന്നതിൻ്റെ സന്തോഷത്തിലാണ് ഗംഗ. സുഹൃത്തായ വിഷ്ണുവാണ് ഗംഗയുടെ പ്രതിശുദ്ധ വരൻ. 2 ദിവസം മുൻപായിരുന്നു ഗംഗയുടെ വിവാഹ നിശ്ചയം. വളരെ മിനിമൽ ആൻഡ് സിമ്പിൾ ആയിരുന്നു എൻഗേജ്മെന്റ് പ്രോഗ്രാം. ഗംഗയും വിഷ്ണുവും കൂടിയാണ് നടത്തിയത്. ഇരുവരുടെയും ഏറ്റവും പ്രിയപ്പെട്ടവർ മാത്രം ഉൾക്കൊള്ളിച്ചുള്ളൊരു പരിപാടി. എനിക്കൊരു ഇംഗ്ലീഷ് സ്റ്റൈൽ ചെയ്യണമെന്ന് ആഗ്രഹമുണ്ടായിരുന്നു. അങ്ങനെ വളരെ മിനിമൽ രീതിയിലാണ് നടത്തിയത്. ഒരു റിംഗ് എക്സ്ചേഞ്ച് ഫോട്ടോഷൂട്ടാണ് ആദ്യം പ്ലാൻ ചെയ്തത്. അത് പിന്നീട് അടുത്ത ബന്ധുക്കളെയും സുഹൃത്തുക്കളെയും ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ചെറിയൊരു പരിപാടിയാക്കുകയായിരുന്നു. അത്രമാത്രമാണ് ഞാൻ ചെയ്തത് എന്ന് ഗംഗ പറയുന്നു. സിനിമ, ഫാഷൻ, ലൈഫ് സ്റ്റൈൽ വാർത്തകൾക്കായി മലയാളി ലൈഫ് സബ്സ്ക്രൈബ് ചെയ്യൂ. ലേറ്റസ്റ്റ് അപ്ഡേറ്റ്സിനായി ബെൽ ബട്ടണും അമർത്തുക.